ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആൻസീസ് യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ് കേട്ടോ. തമ്മിലിൽ കണ്ടതുപോലെ ഒരു ജോലി കിട്ടിയിരിക്കുകയാണ്. 4-ാം തീയതി ആയിരുന്നു ജോയിനിങ് ഡേറ്റ്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയ ഒരു വീഡിയോ ആണിത് കേട്ടോ. ഇൻ്റർവ്യൂവിന് പോയി ഒരു 2-3 ആഴ്ചയായിട്ടായിരുന്നു എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. നമുക്ക് വീട്ടിൽ വന്നിട്ട് കുറേ ടെസ്റ്റുകളും കാര്യങ്ങളും അവരുടെ കുറേ പരിപാടികൾ, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവം അതെല്ലാം തട്ടി മാറ്റി എൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് ജോലി എനിക്ക് തന്നു. മൈൻഡ് സ്പേസിനകത്താണ് വിപ്രോ കമ്പനി. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിരുന്നു ഞങ്ങൾ ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് റൂം എടുത്ത് താമസിച്ചിരുന്നത്. നവംബർ 4 ആയിരുന്നു എൻ്റെ ജോയിനിങ് ഡേറ്റ്. സോ അത് കഴിഞ്ഞൊരു 4.5 മാസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഈ ഒരു ഗസ്റ്റ് ID കാർഡ് ഇട്ടിട്ട് വേണം നമ്മൾ അതിനകത്ത് കയറാനൊക്കെ ആയിട്ട്. അച്ഛനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. 3-ാം തീയതി എന്നെ ഇവിടെ ഒരു PGയിലാക്കിയിട്ട് അച്ഛൻ തിരിച്ചു പോയി. 4-ാം തീയതി നമുക്ക് ഫസ്റ്റ് ഡേ ഇൻഡക്ഷൻ പ്രോഗ്രാം ആയിരുന്നു. Q&A കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ID കാർഡ് നമുക്ക് തരുന്ന ദിവസമായിരുന്നു. അവരുടെ ലാപ്ടോപ്പ്, അതേപോലെ ഈ ഒരു കിറ്റ്, ഇതൊക്കെ നമുക്ക് തരുന്ന ദിവസമായിരുന്നു. കിറ്റിനകത്ത് ബോട്ടിൽ, ഡയറി, മൗസ് പാഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ടൊരു ജോലി കിട്ടിയപ്പോൾ അവിടുന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഒരു മെമ്മറീസിന് വേണ്ടിയിട്ട്, ഒരു ഓർമ്മയ്ക്കായിട്ട്. അപ്പോൾ അത് യൂട്യൂബിലിടാമെന്ന് വിചാരിച്ചത്. അതാകുമ്പം വർഷങ്ങളോളം അതിനകത്ത് കിടന്നോളം കൂത്തുമില്ല. നമ്മുടെ ഫോണിലൊക്കെ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ കിടക്കുമ്പം ഫോൺ പണിലാവുമ്പം അതും അങ്ങ് പോവും. ബട്ട് യൂട്യൂബിലൊക്കെ ആണെങ്കിൽ അത് അവിടെ കിടന്നോളും. സോ അത് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു മെമ്മറീസ്, എന്തൊക്കെയാണ് കിട്ടിയത്, എന്തൊക്കെയാണ് എനിക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. സോ എനിക്കിപ്പം എനിക്ക് ജോലി റെഡിയായത് നവംബറിലാണ്. സോ ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്ന് കഴിഞ്ഞപ്പോൾ അതൊക്കെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. തന്നെയല്ല, തിരക്കുമായിരുന്നു. നൈറ്റാണ് ഡ്യൂട്ടി. ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ഉറക്കമേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നിനും ടൈമില്ല. സോ അതുകൊണ്ട് വീഡിയോക്കൊന്നും ഇടാൻ സമയമില്ലായിരുന്നു. ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ പ്രോസസ് ട്രെയിനിങ് കഴിഞ്ഞ് കുറച്ച് തടസ്സങ്ങൾ വീണ്ടും ഉണ്ടായി. എന്ന് വെച്ചാൽ അച്ഛൻ്റെ മമ്മി മരിച്ചു. അപ്പോൾ അതിനുവേണ്ടി നാട്ടിൽ പോകണമായിരുന്നു. ആ സമയത്ത് കുറച്ച് ലീവ് എടുത്തു. അപ്പോൾ വീണ്ടും ട്രെയിനിങ്ങിലോട്ട് തന്നെ മീൻസ് അവർ എന്നെ ഇട്ടു. സോ വീണ്ടും ആ ഒരു മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഓൺ ജോബ് കയറിയിരിക്കുകയാണ്. സോ ഇതിപ്പോൾ ഒരു മാസം 2 മാസം കഴിയാറാവുന്നു. സോ അങ്ങനെ വിപ്രോയിലൊരു ജോലി കിട്ടാനിടയായി. അപ്പം എല്ലാം തടസ്സങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ജേണി എനിക്ക് വളരെയധികം ഹെൽപ്പായിരുന്നു ലൈഫിൽ. കാരണം കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ജോബ് എനിക്ക് എൻ്റെ ഒരു കരിയറിനുള്ളൊരു തുടക്കമാണ്. ഇത് എൻ്റെ സ്ട്രീമിനുള്ളൊരു ജോബല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ അധികം നാളും ഇതിൽ തന്നെ തുടരണം എന്ന് ഇല്ല. കാരണം എനിക്ക് എൻ്റെ സ്ട്രീമിലുള്ളൊരു ഞാൻ IT ബാക്ക്ഗ്രൗണ്ടാണ്. സോ അപ്പോൾ എനിക്ക് എൻ്റെ സ്ട്രീമിലുള്ളൊരു ജോലി തന്നെ വേണമെന്നാണ്. ഇത് ഒരു തൽക്കാലത്തേക്ക് എനിക്കൊരു 6 മാസത്തെ എക്സ്പീരിയൻസ് ആവുമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ബട്ട് എനിക്കിതൊരു എൻ്റെ കരിയറിലേക്കൊരു ഒരു തുടക്കമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം അങ്ങനെ തന്നെ ചെയ്യട്ടെ. ഇത് നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയ ലാപ്ടോപ്പാണ് കേട്ടോ. അപ്പം വീട്ടിൽ കൊണ്ടുവന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഇൻസ്റ്റാളും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.